മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞെങ്കിലും നാട് അതിൻ്റെ ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടില്ല. ദുരന്തബാധിതർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ഫലം നേരിട്ട് അനുഭവിച്ചത് നിലമ്പൂരുകാരാണ്. കാരണം ചാലിയാറിലൂടെയാണ് മരണപ്പെട്ടവരുടെ ശരീരഭാഗങ്ങളെല്ലാം ഒഴുകിയത്. 25-30 ദിവസത്തോളം തെരച്ചിൽ ചാലിയാറിൻ്റെ പരിസരത്ത് നീണ്ടുനിന്നു. അന്ന് ആദ്യാവസാനം ഈ തെരച്ചിലിനും മറ്റും മുന്നിട്ട് നിന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. അവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഷബീറും മറ്റു സഖാക്കളും. സത്യത്തിൽ ഓർക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്ത ഒന്നാണ് ഈ വയനാട്ടിലെ ദുരന്തവും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും. ചാലിയാറിൽ ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെരച്ചിലൊക്കെ നടന്നത്. അന്ന് അങ്ങായിരുന്നല്ലോ അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. എന്തൊക്കെയാണ് അന്നത്തെ ഓർമ്മകളിപ്പോൾ? ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഇന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ, മനസ്സ് മരവിച്ച ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്കെല്ലാം അന്ന് അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഡിവൈഎഫ്ഐ എന്നുള്ള നിലയിൽ തുടർച്ചയായി 23 ദിവസം അന്ന് തിരച്ചിലും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ആകെ നിലമ്പൂരിൽ നിന്ന് ദുരന്തം വയനാടാണെങ്കിലും ഏറ്റവും അധികം മൃതശരീര ഭാഗങ്ങളും മൃതശരീരങ്ങളും കണ്ടെടുത്തത് 80ഓളം മൃതശരീരങ്ങൾ, 253-ലധികം മൃതശരീര ഭാഗങ്ങൾ കണ്ടെടുത്തത് നമ്മുടെ ഈ ചാലിയാറിൻ്റെ വിവിധ മേഖലകളിൽ നിന്നാണ്. നമ്മുടെ പരപ്പൻപാറ മുതൽ സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ നിലമ്പൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നായിട്ട് 253-ലധികം മൃതശരീര ഭാഗങ്ങളാണ് കണ്ടെടുത്തത്. അതിൽ ഒട്ടേറെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, 980ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ 24 ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഓർത്തെടുക്കുമ്പോൾ ഇന്ന് നമ്മെ സംബന്ധിച്ച് ആദ്യത്തെ ദിവസം ജൂലൈ 30-ന് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴും ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഇത്ര ഭീകരമാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. നമ്മുടെ ഒരു കോമ്രേഡ് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ദുരന്തമുണ്ട്, ഒരു സാധ്യത മീഡിയ പറയുന്നുണ്ട്, ഇങ്ങോട്ട് ഒഴുകി വരാനുണ്ട്. അങ്ങനെ പുലർച്ചെ എണീറ്റ് അങ്ങോട്ട് പോയതാണ്. അപ്പോഴാണ് ആദ്യം കുനിപ്പാല എന്ന പ്രദേശത്ത് നിന്ന് ഒരു മൃതശരീരഭാഗം കണ്ടെടുക്കുന്നത്. തുടർന്ന് മുണ്ടരി ഫാം ഗേറ്റ് വഴി അങ്ങോട്ട് പുഴയുടെ തീരത്തേക്ക് പോകുമ്പോഴാണ് ഒരു തുരുത്തുണ്ട്, കാട് കഴിഞ്ഞൊരു തുരുത്ത്. അവിടെ ഒരു 11ഓളം മൃതശരീര ഭാഗങ്ങൾ വെള്ളം പോയ സ്ഥലത്ത് മണ്ണിലും അതുപോലെ തന്നെ മരങ്ങൾക്കിടയിലും ഒക്കെ ആയിട്ട് അതിൽ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ചിന്നിച്ചിതറിയ ഭാഗങ്ങളിലും ഒരുപാട് അവിടെ കണ്ടെടുക്കാനായി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. വല്ല വീടുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ, പാത്രങ്ങൾ, ഗ്യാസ് സിലിണ്ടർ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോഴൊന്നും ഇത് പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ, ഇത്ര ഭീകരമാണ് എന്നത്. പിന്നീടാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കണ്ടെടുത്ത മൃതശരീരഭാഗങ്ങൾ പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷനൊന്നുമില്ല ഞങ്ങളത് കൊണ്ടുവരാൻ. കാട് കടന്നാണ് പോകുന്നത്. അപ്പോൾ പിന്നെ കണ്ടെടുത്ത ഭാഗങ്ങൾ ഉടുമുണ്ടൊക്കെ അഴിച്ച് അതിൽ കെട്ടി, പിന്നെ വടം കെട്ടി മരത്തിൻ്റെ കമ്പെടുത്ത് സാഹസികമായിട്ടാണ് ഞങ്ങൾ പരസ്പരം കൈമാറി ഇങ്ങോട്ട് എത്തിക്കുന്നത്. പിന്നീട് പിന്നെ വയനാട് നിന്ന് ഇവരുടെ ബന്ധുക്കൾ നിരന്തരമായി ഫോൺ വിളിക്കുകയാണ്. എൻ്റെ മോളെ കാണാനില്ല, അമ്മയെ കാണാനില്ല, കുടുംബത്തെ കാണാനില്ല. അടയാളങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ വിളിക്കുന്നത്. വിരലിലൊരു മോതിരമുണ്ട്, കയ്യിൽ. അപ്പോഴൊക്കെ അവരെ സംബന്ധിച്ചത് അറിയില്ല എത്രമാത്രം ചിന്നിച്ചെതിറിയ നിലയിലാണ് ഈ മൃതശരീര ഭാഗങ്ങളെല്ലാം ഇവിടെ ഉള്ളത് എന്നത്. അത് പിന്നീട് ഞങ്ങൾക്കൊരു വാശി പോലെയായിരുന്നു. യഥാർത്ഥത്തിൽ അവസാനത്തെ മൃതശരീര ഭാഗം ഇവിടുന്ന് കണ്ടെടുക്കണം. കാര്യം ഒരു DNA പരിശോധന നടത്തി അവരുടെ ഒരു ബന്ധു അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നത് ഉറപ്പിക്കുന്നതായിരുന്നു അവരെ സംബന്ധിച്ചൊരു സമാധാനം. അതെ. അപ്പോൾ അത് ഉറപ്പുവരുത്തുക എന്നുള്ള നിലയിൽ ഈ 23 ദിവസം തുടർച്ചയായി അവസാനത്തെ ശരീരഭാഗവും ഈ ചാലിയാറിൻ്റെ ഭാഗത്തുനിന്ന് മനുഷ്യസാധ്യമായി നമുക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 23 ദിവസം കഴിയുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ, തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ആയിട്ടുണ്ടാവില്ല എല്ലാ അർത്ഥത്തിലും. അതിൽ ഒടുവിൽ ലഭിച്ചതൊക്കെ ശരീരഭാഗങ്ങളാണ്. അത് വൈകുന്തോറും അതിൻ്റെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാകുന്ന സ്ഥിതിയായിരുന്നു. തുടക്കത്തിലൊന്നും വലിയ ഒരു പ്രയാസം ഞങ്ങൾക്കില്ലായിരുന്നു. ആദ്യത്തെ ദിവസം ഒരു മരവിപ്പ്, പിന്നീട് അതങ്ങ് അത് എങ്ങനെയും ഇത് കണ്ടെടുക്കുക എന്നുള്ളൊരു നിലയിലായി.
നമ്മുടെ ഒരുപാട് ഫോഴ്സുകളൊക്കെ ഉണ്ട് ഇവിടെ, ഗവൺമെൻറ്റിൻ്റെ രാജ്യത്ത് തന്നെ എല്ലാ ഫോഴ്സുകളും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അവരെല്ലാം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ കഴിയാതെ പോകുന്നത് ഉൾപ്പെടെ ഈ ചെറുപ്പക്കാർ അവിടെ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സൂചിപ്പാറയിൽ ഹെലികോപ്റ്റർ വഴി ഇങ്ങനൊരു മൃതശരീര ഭാഗങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നമ്മുടെ ടീം പോയിട്ട് അത് അവിടെ നിന്ന് ഒരിക്കലും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, പാറ എടുക്കലാണ്. അപ്പോൾ നമ്മുടെ ADGP, നമ്മുടെ ഉത്തരമേഖല ചുമതലയുള്ള ADGP എല്ലാം അവിടെ അന്ന് സന്ദർശിക്കുന്നുണ്ട്. അവർ ഞങ്ങളുടെ കയ്യിൽ വയർലെസ് തന്നിരുന്നു. ആ വയർലെസ് വഴി അവർ പറഞ്ഞു മൃതശരീരം വാങ്ങുന്നൊരു സാമ്പിൾ എടുത്താൽ മതി DNA പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനും, ബാക്കിയുള്ളതൊക്കെ അവിടെ സാധ്യമല്ലല്ലോ. പക്ഷെ ഞങ്ങളതിന് നിന്നില്ല. ഞങ്ങളത് പരമാവധി അവിടെ നിന്ന് പൂർണ്ണമായും എടുത്തിട്ട് ആനക്കാട് വഴി രാത്രി വൈകിയും അത് തിരിച്ചു കൊണ്ടുവന്ന് തുടർന്ന് ആ ഡിങ്കി ബോട്ടൊക്കെ അപകടത്തിൽപ്പെട്ട് വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ അതെല്ലാം ഒരു സാഹസിക പ്രവർത്തനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതൊക്കെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു അതിർത്തിയില്ലാത്ത ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം, അത്രമാത്രമേ ഇന്നത് ഓർത്തെടുക്കും. പങ്കെടുത്തിരുന്നതാണല്ലോ. വളരെ എന്താ പറയുക, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയതാണ് അങ്ങോട്ട്. ഇത്ര ഭീകരമാണ് അവസ്ഥയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ശിബിരൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു വാശിയായിരുന്നു. ഉറ്റവരെയും ഉടയവരും നമ്മളെ സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടവരെ അവരെ ബോഡി എടുത്തു വരണം എന്നുള്ളൊരു വാശിയായിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഈ നാടിന് വേണ്ടി ചെയ്തു. ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെയാണല്ലോ ഇത്രയും ദിവസങ്ങളൊക്കെ അല്ലേ? ഞങ്ങൾക്ക് ആ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിലും ഒരു ബിസ്ക്കറ്റിൻ്റെ ഇതും കൊണ്ടാണ് ഞങ്ങൾ കയറിയിരുന്നത്. എന്താ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്തൊരു അനുഭവമായിരുന്നു അത്. അതെ, ഉണ്ടാവും ചെയ്യരുത്. അന്നത്തെ അനുഭവം എന്ന് പറയുമ്പോൾ തീർത്തും വളരെ ഭയാനകരായിരുന്നു. എങ്ങനെയാണ് ഈ ആ ദിവസങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്? ഓർമ്മകൾ മായാത്ത ഒരനുഭവം എന്ന് തന്നെ പറയാം. ഒരു മാസക്കാലം നീണ്ട തെരച്ചിൽ, ചെറുപ്പക്കാരെല്ലാം ജോലിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മറന്ന് ഇതിൻ്റെ ഭാഗമായി നിന്ന ഒരു അനുഭവമാണ്. അനുഭവം ഒരിക്കലും ഇനി ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരനുഭവം. അപ്പോൾ അവിടെ നമ്മൾ ആദ്യ ദിവസം തെരച്ചിലിന് പോകുമ്പോൾ ഇത്രത്തോളം ഭയാനകരമായിട്ടുള്ളൊരു സംഭവമാണെന്ന് കരുതുന്നില്ല. അവിടുന്ന് ലഭിക്കുന്ന ഓരോ മൃതദേഹ ഭാഗങ്ങൾ കാണുമ്പോഴാണ് ഇത്രയും വലിയ ദുരന്തമാണ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നടന്നതെന്ന് നമ്മൾ മനസ്സിലാകുന്നത്. അത് ഒരിക്കൽ പോലും ചൂരൽമലയോ അല്ലെങ്കിൽ വയനാടോ മുണ്ടക്കയോ ഞങ്ങൾക്ക് സന്ദർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ ദുരന്തത്തിൽ 30 ദിവസക്കാലം അവിടെ തെരച്ചിലിൻ്റെ ഭാഗമായത് മാത്രമാണ് ഞങ്ങൾക്കതിൻ്റെ ഭീതി എത്രത്തോളം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണം തെറ്റിപ്പോയ മനസ്സിൻ്റെ ഈ ഒരു ബോഡിയെ കാണുന്ന സമയത്ത്? ആദ്യ ദിനം ഒന്ന് പ്രയാസപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് ഒരു മരവിപ്പായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ വിശപ്പുണ്ടോയെന്ന്, വിശപ്പൊന്നും ഇല്ലായിരുന്നു. സത്യം പറയുമ്പോൾ ഒരു 10-20 ദിവസം അങ്ങനെ ഒരു വിശപ്പൊന്നുമില്ല. വല്ലാത്തൊരു എനർജി ഞങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് തളർച്ച, പരിക്ക് ഇതെല്ലാം അതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വിശപ്പെല്ലാം മാറി ഒരു മരവിപ്പായിരുന്നു. ഇപ്പോൾ പിന്നീടിപ്പോൾ ഈ പ്രവർത്തനം കഴിഞ്ഞിട്ടും ഒരു 2-3 മാസക്കാലം ഞങ്ങൾക്കൊരു ശരീരത്തിനൊക്കെ ഒരു പലർക്കും അനുഭവപ്പെട്ടു, എനിക്കെല്ലാം അനുഭവപ്പെട്ടിരുന്നൊരു ഒരു ഗന്ധം, എത്ര സോപ്പിട്ട് കുളിച്ചാലും മായാത്തൊരു ഗന്ധം ശരീരത്തിലുണ്ടായിരുന്നു. ഒരു തോന്നലാണ്. അപ്പോൾ ഇങ്ങനൊരു മരവിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ കുടുംബവും ഉറ്റവരെല്ലാം വിളിക്കുമ്പോൾ അവരുടെ കൂടെ ഇനി നീതി പുലർത്താൻ ഞങ്ങൾക്കാകെ നമുക്കാകെ കഴിയതേ ഉള്ളൂ. അവരുടെ ഉറ്റവർ മരണപ്പെട്ടു എന്നതൊന്ന് തീർപ്പ് കൽപ്പിക്കുക. കാത്തിരിക്കണ്ട. അപ്പോൾ അതിന് DNA പരിശോധന നടത്താൻ ഈ ശരീര ഭാഗങ്ങൾ പര്യാപ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പരമാവധി, അതാണ് പറഞ്ഞത്, 254 മൃതശരീര ഭാഗങ്ങൾ, അതിലാകെ 80 ശരീരഭാഗം തന്നെ ശരീരം മുഴുവനായി കിട്ടിയിട്ടുണ്ട്. 80ഓളം ശരീരം തന്നെ, കുട്ടികളും മുതിർന്നവരെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം ഈ പറയുന്ന അവയവങ്ങളാണ്. അപ്പോൾ അത് ഈ കണ്ണിൽ കാണാത്തത് പോലും അവയവമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, എനിക്ക് തോന്നുന്നു ഇൻറ്റേർണൽ ഓർഗൻസ് ഉൾപ്പെടെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുൾപ്പെടെ DNA ചെയ്ത് ആളെ തിരിച്ചറിയാൻ സഹായകമായി എന്നത് പിന്നീട് അറിയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരു അഭിമാനകരമാണ്. ഇങ്ങനെയൊക്കെ ഒരു വിഷമം ഉണ്ടാകുമ്പോഴും ഇത് ചെയ്യാൻ പറ്റിയല്ലോ. നമ്മുടെ ഉറ്റവർ, കൂടപ്പുറപ്പ്, ഇങ്ങനെ അവർക്ക് വേണ്ടി ഇനി ശേഷിക്കുന്ന കാര്യം നമുക്കിത് ചെയ്യാനുള്ളൂ. അല്ല, ഇത് തന്നെ പറയാനുള്ളൂ. ഇനി ഇങ്ങനൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ദുരന്തം ഇവിടെ നിന്നല്ല എവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. കാരണം
ഞങ്ങളതിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലായിട്ടുള്ളത്. എന്നാണെങ്കിലും ഇനിയൊരിക്കലും ഈ ദുരന്തം ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ഓരോ ഘട്ടത്തിലും പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അനുഭവങ്ങൾ അത്രമാത്രം ഗാഢമാണ്, കഠിനമാണ്. അന്നത്തെ തെരച്ചിലിൻ്റെ ഓർമ്മകളാണ് DYFI പ്രവർത്തകർ നമ്മോട് പങ്കുവച്ചത്. CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.